നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയെന്നുള്ളത് ഇന്ത്യ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവരിച്ചതിന് പിന്നാലെ ആക്രമണം നടത്തിയെന്നുള്ളത് തുറന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കും. റാവൽപിണ്ടിയിലാണ് നൂർഖാൻ വ്യോമത്താവളമുള്ളത്. പാകിസ്ഥാൻ കരസേനാ മേധാവി അസിം മുനീർ 9-ാം തീയതി പുലർച്ചെ 2:30 തന്നെ ഫോൺ ചെയ്താണ് നേരിട്ട് ഇക്കാര്യം അറിയിച്ചതെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി തുറന്നു പറയേണ്ടി വന്നു. തൊട്ടുപിറകെ ഏവരും ഒരേ സ്വരത്തോടെ അവിടെ പതിച്ച പാകിസ്ഥാനിൽ അർദ്ധരാത്രി സൂര്യനുദിപ്പിച്ച ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രത്തിന്റെ കഥയാണ്, ചരിത്രമാണ് ചികഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓപ്പറേഷൻ സിന്ധൂറിലെ മിന്നും താരമായി മാറി വളരെ സൂക്ഷ്മവും മാരകവുമായ പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങളിൽ പ്രയോഗിക്കാൻ ആവശ്യമായി ഉതകുന്ന അനാവശ്യ നാശം ഒഴിവാക്കി കൃത്യമായി തന്നെ മേഖലയെ, ലക്ഷ്യത്തെ കൈവരിക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് ഏറെ വ്യത്യസ്തനായി മാറുകയാണ്. ഭാരത സൈന്യം ശക്തമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണം കൂടിയാണ് ബ്രഹ്മോസിലൂടെ നമുക്ക് ലഭ്യമാക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ മാത്രമല്ല ഇന്ത്യയുടെ ശത്രു. പാകിസ്ഥാനെ ഇന്ന് നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം പോലെ ഭാവിയിൽ ചൈനയെയും നേരിടേണ്ടി വരുമെന്നുള്ള വ്യക്തമായ ഒരു സൂചനയാണ് ലഭ്യമാകുന്നത്. പാകിസ്ഥാനെതിരെയുള്ള പ്രത്യാക്രമണത്തിലും പ്രതിരോധത്തിലുമൊക്കെ ഭാരതം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ബ്രഹ്മോസ് മിസൈലിനെ ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മുൻ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ജോൺ സ്പെൻസറും ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പോരായ്മ തന്നെയാണ് അതിലൂടെ എടുത്തുകാട്ടുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പ്രതിരോധ മേഖലയിലെ മേധാവിത്വം ഇന്ത്യ തുറന്നു കാണിക്കുകയും ചെയ്തു. ഭാരത പ്രതിരോധ സംവിധാനങ്ങൾ ഏറെ മികച്ചതാണ്. അതിലുപരി ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന്റെ ശേഷി, അതിന്റെ തോത്, അതും എത്രത്തോളമാണെന്നുള്ളത് പ്രധാനമന്ത്രി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാനിൽ എപ്പോൾ വേണമെങ്കിലും എവിടെയും ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ഇതിലൂടെ തെളിയിച്ചിരിക്കുന്നു. പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ ഡ്രോണുകളും അതിവേഗ മിസൈലുകളും തകർക്കാനുമൊക്കെ നിഷ്പ്രയാസം ഭാരതത്തിന് ഇന്ന് സാധിക്കും. ഒരേപോലെ കരയിൽ നിന്നും കടലിൽ നിന്നും വെള്ളത്തിൽ നിന്നും തൊടുക്കാവുന്ന സൂപ്പർസോണിക് ക്ലാസ് ഇനത്തിലുള്ള മിസൈലുകൾ തന്നെയാണ് ഇതിനെ സമാനതകൾ ഇല്ലാതാക്കി മാറ്റുന്നത്. ശബ്ദത്തിന്റെ 2.5 മുതൽ 3.5 ഇരട്ടി വേഗത്തിൽ പായുന്നതിനാൽ ലക്ഷ്യത്തെ ഭസ്മമാക്കുന്നത് അതിമാരകമായി തന്നെ ആയിരിക്കും. കൈനറ്റിക് എനർജി സിദ്ധാന്തത്തിലൂടെ ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഊർജം കൈവരിക്കാനായി ഇതിന് സാധിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ചൈനീസ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് ബ്രഹ്മോസിന്റെ 7 അയലത്ത് പോലും കിടപിടിക്കാനായി സാധിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഓപ്പറേഷൻ സിന്ധൂർ എന്നത് ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിലെ ഒരു വഴിത്തിരിവായി അങ്ങനെ അത് മാറുന്നു. അത് പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത നഷ്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ തന്നെയാണ് ചൈനയ്ക്കുള്ളത്. പക്ഷേ ഇന്ത്യയുടെ മറുതലയ്ക്കൽ ബ്രഹ്മോസ് ഒക്കെ തന്നെ ഇവയെ പ്രതിരോധിച്ച് തന്നെയാണ്, ഇവയുടെ കണ്ണ് വെട്ടിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതിലൂടെ തന്നെ ഭാരതത്തിന്റെ രാഷ്ട്രീയ സൈനിക സന്ദേശം എന്താണെന്നുള്ളത് ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യുകയാണ്. ഇനിയുള്ള കാലത്ത് ഈ ഓപ്പറേഷനെ കുറിച്ച് ഏവരും ഏറ്റെടുത്ത് പാടും. ഭീകരതയ്ക്കെതിരെ പോരാടുന്ന മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യ മാതൃകയായി മാറും. ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും മറ്റ് തെളിവുകളുമൊക്കെ സേന പുറത്തുവിട്ടതും അതിനുതകും. ലോകരാഷ്ട്രങ്ങൾക്ക് ഇത് പരിശോധിക്കാനായി കഴിയും. ഇതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കും. ഭീകരതയ്ക്കെതിരെ നടപടി കൈക്കൊള്ളാൻ വേണ്ടി ലോകം പാകിസ്ഥാനോട് ആവശ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. 2 പക്ഷത്തും നിൽക്കുന്ന പാകിസ്ഥാന്റെ സമീപനം അതിന് തന്നെയാണ് അറുതി വരുത്തേണ്ടത്.